മുന്നോട്ട് പോകേണ്ട ഒരു തീയതി, എക്സ്ഹ്യൂമേഷൻ്റെ തീയതി നാളെ നമ്മൾ അറിയിക്കും. ഇതിൽ ഇന്ന് ഈ പൊളിക്കാനുള്ള ഇതിലൊരു മുൻകരുതലിലൊരു പാളിച്ചയുണ്ടായി. ഇത്തിരി ആളുകൾ അവിടെ കൂടി വരുന്നു, രണ്ട് ചേരിതിരിഞ്ഞ് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു മുൻകരുതലിൽ പാളിച്ചയല്ല. നമ്മളിപ്പം പെട്ടെന്നൊരു സംഘർഷാവസ്ഥയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഈ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് അതുകൂടി പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമ്മൾ അടുത്തൊരു ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അറിയിക്കുന്നതായിരിക്കും. അവരോട് നമ്മൾ ലീഗൽ ആംഗിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. DYSP അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ ഓക്കെ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ അവരോട് തന്നെ ചോദിക്കണം. പക്ഷേ നമ്മൾ അവരോട് ബന്ധപ്പെട്ട അഡ്വക്കേറ്റിനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ഇപ്പം കുറച്ച് പേരുടെങ്കിലും ആരോപണം ഇതിലിപ്പം എന്താണ്, നമ്മൾ ഒരു റിലീജിയസ് ആംഗിൾ അല്ലെങ്കിൽ കമ്മ്യൂണൽ ആംഗിൾ കൊണ്ടുവരാൻ നോക്കുന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്യുവർലി ലീഗൽ ബേസിസിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇല്ല, അങ്ങനെ ഒരു എലമെന്റ് ഇല്ല. നമ്മളിപ്പം അതൊരു ലീഗൽ കാര്യങ്ങൾ മാത്രമാണ്. ഏതൊരു സ്ഥലത്തും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ഡിഫ്യൂസ് ചെയ്യണം. അപ്പം ആ ഒരു ഇതിന്റെ ബേസിസിലാണ് നമ്മൾ നാളെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. ഇത് പ്യുവർലി എന്താണ്, ഏതൊരു സ്ഥലത്തും ഒരു സ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ ബോഡി നമ്മൾ ഓൾറെഡി ഇപ്പം സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ഹ്യൂമേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു വിദഗ്ധ പരിശോധന ആവശ്യമായിട്ടുണ്ട്. അപ്പം അതുമായിട്ടുള്ളൊരു സ്വാഭാവിക ഇല്ല, ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് നാളെ നമ്മളൊരു ഡേറ്റ് എടുക്കും. നമ്മൾ എല്ലാവരുടെയും ഇപ്പം സർജന്റെ എല്ലാവരുടെ അവൈലബിലിറ്റി നോക്കേണ്ട ആവശ്യമുണ്ട്. പുതിയ ഡേറ്റ് എടുത്തിട്ട് ഇന്നിപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ചും കൂടി ഒന്ന് നമുക്ക് അവിടെ വെച്ചാണ് ചെയ്യുന്നത്. മുൻകരുതലിൽ പാളിച്ചല്ല, അതിന്റെ ആവശ്യം പെട്ടെന്നൊരു സംഘർഷാവസ്ഥയുള്ളപ്പോൾ നമ്മൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഈ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് അതുകൂടി അതൊന്നും മനസ്സിലാക്കിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യം കൊണ്ടാണ് നമ്മൾ ഇതിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമ്മൾ അടുത്തൊരു ഡേറ്റ് എല്ലാവരും നേരത്തെ ജസ്റ്റ് അവരെ വിളിച്ചിട്ടൊന്ന് കാര്യം ധരിപ്പിക്കുകയാണ്. ഈ ഒരു കളക്ടർ എപ്പോഴാണോ നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് കാലെടുത്ത് കുത്തിയത്, എപ്പോഴാണോ മീഡിയക്കാർ ഇദ്ദേഹത്തിന്റെ ബൈറ്റ് എടുത്തത്, ചാനലുകളിലൂടെയും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത് എപ്പോഴാണോ എയർ ചെയ്യപ്പെട്ടത്, അപ്പം മുതൽ കേരളത്തിൽ ഇത്രയും കാലം ഒളിച്ചിരുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ പുറത്ത് ചാടി എന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആൺപിള്ളേരുടെയൊക്കെ കല്യാണ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമാണ്, ഇവിടെ പെൺപിള്ളേരെ കിട്ടാനേ ഇല്ല, പെൺപിള്ളേരില്ല എന്നുള്ള രീതിക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര പേരത് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ പക്ഷേ കേൾക്കുന്നുണ്ട് പലയിടത്തുനിന്ന്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ 1000 കമൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 900 കമൻറ്റിൽ കൂടുതലും വന്നിരിക്കുന്നത് കേരളത്തിലെ പെൺകുട്ടികളാണ്. അത് വിവാഹപ്രായമായി നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന ആൾക്കാർ, ഒരുപക്ഷെ 10ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് തൊട്ടേയുള്ള പെൺപിള്ളേരടക്കം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തുള്ള കാര്യം. എനിക്കിപ്പോൾ തോന്നിയെന്ന് പറയുന്നത്, ഒന്നി അദ്ദേഹം ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കാണും. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം റിക്വസ്റ്റ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരിക്കും. ഇനി എത്ര അപ്പന്മാർ മക്കൾക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച് കണ്ണൂർ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എത്ര പേര് കണ്ടുപിടിച്ചെന്നുള്ള കാര്യം. കാരണം കമന്റ് സെക്ഷനിൽ മൊത്തം പെൺപിള്ളാരുടെ ഈ പറയുന്ന തമ്മിലടിയാണ് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാം ID ഒന്ന് പറഞ്ഞു തരൂ, പേരൊന്ന് പറഞ്ഞു തരൂ, ഇത്തരത്തിലാണ് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഗോപൻ സ്വാമിയുടെ സമാധിയൊക്കെ സത്യത്തിൽ അതിൻ്റെ അടിയിൽ എവിടെയോ പോയി നമ്മൾ മഹാസമാധിയായിട്ടൊക്കെ കാൽനട യാത്ര, പദപൂജ എന്തൊക്കെയായിട്ടൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. അതിന് കുറേ ആൾക്കാരൊക്കെ എന്തായാലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ. എന്തായാലും ഈ ഒരു പ്രായത്തിൽ ഇത്രയും കൃത്യതയോടെ ഇത്രയും ക്ലാരിറ്റിയോടെ കാര്യങ്ങളെ വിശദമായിട്ട് പറയുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഒരു ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും, അതായത് ഞാൻ പറഞ്ഞത് ഇത്രയും വർഷം അദ്ദേഹം കയറിയിട്ടുള്ളൂ, 2022 ബാച്ചിലാണ് അദ്ദേഹത്തെ എന്ന് പറയുന്നത്. അപ്പം അടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് പോലും ഏറ്റവും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണോ ഈ ഒരു വിഷയത്തെ, കാരണം ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിനകത്ത് മതം കൂട്ടിക്കലർത്തി, വിശ്വാസത്തെ കൂട്ടിക്കലർത്തി, ഇതെല്ലാം കൂട്ടിക്കലർത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ കൃത്യമായിട്ട് ആർക്കും എങ്ങും കൊള്ളിക്കാത്ത വിധത്തിൽ ആരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ, എത്ര നല്ല രീതിക്ക് പറയാൻ പറ്റുമോ അത്രയും നല്ല സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കളക്ടർ എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും കാര്യഗൗരവ ബോധമുള്ള ഒരു കളക്ടർ എന്ന് തന്നെ പറയണം. ഇദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് കമ്പ്യൂട്ടറിൽ ബിരുദം കഴിഞ്ഞ വ്യക്തിയാണ്, കമ്പ്യൂട്ടർ സയൻസിൽ. അതിലപ്പുറത്തേക്ക് അദ്ദേഹം ആ സമയം തൊട്ടേ ഈ പറയുന്ന IAS വല്ലാത്ത മോഹം തുടങ്ങി അദ്ദേഹം IASന്റെ ആദ്യത്തെ ഈ പറയുന്ന എക്സാം എഴുതുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അത് കിട്ടുന്നില്ല.
വീണ്ടും അതിലേക്ക് ശ്രമിക്കുന്നു. അതിൽ കിട്ടുന്നത് 310 റാങ്കാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങും മറ്റും ഉണ്ടായിരുന്നു. മൂന്നാമത് വീണ്ടും അദ്ദേഹം IAS വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. ആ സമയത്ത് 300 ആയിരുന്നത് 57ാം റാങ്കിലേക്ക് ഒറ്റയടിക്ക് കൊണ്ടുവന്ന ചുണക്കുട്ടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഇപ്പം തിരുവനന്തപുരത്ത് നമുക്കറിയാം നെയ്യാറ്റിൻകരയിലാണോ സംഭവം. ഇപ്പം തിരുവനന്തപുരത്തെ സബ് കളക്ടറാണ് അദ്ദേഹം, അവിടുത്തെ സബ് അഡീഷണൽ മജിസ്ട്രേറ്റ് കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഇനി പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ പറയുന്ന കണക്ക് പെൺകുട്ടികളൊക്കെ ഇപ്പം ഭയങ്കര പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നല്ല ജോബ്, പിന്നെ കാണാൻ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു രീതിക്ക് നിൽക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അവരങ്ങനത്തെ ഉള്ളതാണ്. ഇപ്പം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനൊരു കളക്ടർ പദവിയിൽ, അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ലുക്കോ ആ ഒരു പദവിയോ മാത്രമല്ല, അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ഒരുപക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ കുറേ കമൻറ്റ് സെക്ഷനിൽ വലിയ മുതിർന്നവരായിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം അതീവ ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞ കണക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെടാവുന്ന അത്രയും വർഗീയത കുത്തി നിറച്ചൊരു വിഷയം തന്നെയായിരുന്നു. എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ പലരും പല സൈഡിൽ നിന്നും കൂടെ വർഗീയത വിളിച്ചു പറഞ്ഞൊരു വിഷയമാണ്. അപ്പോൾ അതിന് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇനി അപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്രയധികം ഒരു എന്താ പറയുന്നത് പെൺപട, പലപ്പോഴും കോമഡി ആയിട്ടൊക്കെ ഇതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നത് ഇത്രയും പെടക്കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം ഇപ്പോഴാണ് വ്യക്തമാവുന്നതെന്നുള്ള രീതിക്ക്. പിന്നെ ആൺകുട്ടികൾക്കൊക്കെ അസൂയാണ്, അങ്ങനെ കുറേ പേര് വന്ന് കമൻറ്റ് സെക്ഷനിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊന്നുമല്ല. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട സമയത്ത് നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു കാര്യമാണ്. ഇനി പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെ ക്രഷ് തോന്നിയ ഒരാളുണ്ടായിരുന്നു. അതായത് ഇപ്പോഴൊന്നുമല്ല, കുഞ്ഞ് ക്ലാസ്സിൽ തോന്നിയൊരു ക്രഷ്. അത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയാണ്. ഇപ്പം തന്നെ ഏകദേശം കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഇതിന് മുന്നേ ഒരു സിനിമ മമ്മൂട്ടിയുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കളക്ടർ വേഷത്തിൽ. ഒരുപാട് കളക്ടർ വേഷത്തിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ദി ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമ. എത്ര പേര് കണ്ടിട്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ സിനിമ ഞാൻ കണ്ട സമയത്ത് ഒരുപാട് മമ്മൂട്ടിയുടെ ക്രഷ് തോന്നിയ ഒരു സിനിമയാണ്. ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്, ഓരോ കാര്യങ്ങൾ ഡീല് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് തോന്നി. എനിക്ക് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഇവിടെ തോന്നിയതും അത് തമ്മിൽ തോന്നി. എനിക്ക് മാത്രം തോന്നിയാണെന്നത് അലക്സ് എന്ന് എന്തോന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരെന്തായാലും ആൽഫ്രഡ് എന്ന് മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഗോപൻസ്വാമി സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മറന്നു തുടങ്ങിയ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗോപൻസ്വാമി നേരത്തെ ഇരുന്നതിലും ഏറ്റവും നല്ല രീതിക്കുള്ള വലിയ സജ്ജീകരണത്തോടു കൂടി വലിയ പുരോഹിതന്മാരോ ആരൊക്കെ മതാചാര്യന്മാരൊക്കെ വന്നിട്ട് വലിയ സംഭവമായിട്ടൊക്കെ ഇപ്പം മഹാസമാധി എന്നുള്ള രീതിക്ക് തിരുവടികളെന്നോ എന്തൊക്കെ ഇനി അറിയപ്പെടാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് ഒരു താല്പര്യമില്ല. കാരണം നമുക്ക് വിശ്വാസമില്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണിതെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് എന്താ പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത്, അവരെന്താണോ ആഗ്രഹിച്ചത്, അദ്ദേഹത്തിന് അപ്പൂപ്പനോ എന്തോ പറഞ്ഞു കൊടുത്ത കഥയിലൂടെ മനസ്സിലാക്കി ഇഷ്ടം തോന്നിയ ഒരു ഈ പറയുന്ന സമാധി ആവാനുള്ള ഒരു ആഗ്രഹം. ഇവർ തന്നെ പറയുന്നു 5 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പറയുന്ന സമാധി കല്ലൊക്കെ അച്ഛൻ കൊണ്ടുവന്നതെന്ന് പറയുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ പറയുന്നുണ്ട് ഇത് 2010 ഈ കല്ല് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം 2024 5 വർഷം മുന്നെന്ന് പറഞ്ഞിരുന്ന കണക്ക് 2010 കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ സംഭവങ്ങളും നേരത്തെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോക്കകത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് അവരാഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. സാധാരണ പറഞ്ഞായിരിക്കും ചിലപ്പോൾ സംഭവിച്ചത്. ആ സംഭവിച്ചതിലൂടെ കൊണ്ടുവന്ന് സമാധി എടുത്തുന്ന സമയത്ത് അത് പോസ്റ്റർ അടിച്ച് എല്ലാവരിലേക്കും എത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ പിന്നീട് അത് ഭയങ്കരമായിട്ട് മാറും. ഇപ്പം തിരുവടികളൊന്നായതുപോലെ ഒരുപാട് ആൾക്കാർ പിന്നീട് അവിടേക്ക് ഒഴുകിയെത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, പണത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി അവിടെ അമ്പലമുണ്ട്, അതൊരു വല്ലാത്ത ആദായമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും പെൺകുട്ടികൾ ആരൊക്കെയോ കാത്തിരിക്കുന്നവരിൽ ഒരാളാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഭാവി മണവാട്ടി എന്ന് പറയുന്നത്. ഉടനെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തുള്ള പോക്കാണെങ്കിൽ അത് ഉടനെ സംഭവിക്കും എന്നാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് എനിക്കറിയത്തില്ല, ഇത്രയും പെൺപിള്ളേർ ഇങ്ങനെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോ. അത്രയേ ഉള്ളൂ.